ഈശോ ഇല്ലാതെ എന്ത് പ്രണയം! ശുദ്ധവും ആനന്ദകരവുമായ പ്രണയത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഈശോയാണെന്ന് അനുഭവിച്ചവർക്കേ അറിയാനാകൂ. ചിലരുടെ പ്രണയത്തിൻ്റെ ഇഴയുറപ്പിക്കുന്ന കണ്ണിയായി മാറുന്നത് അവരുടെ സ്വന്തം രക്തത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോഴാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർക്ക് കുട്ടികൾ അവരുടെ പൊതുവായ സ്നേഹച്ചരടാണ്. എന്നാൽ യേശുവിനെ അറിഞ്ഞവർക്ക് അങ്ങനെയല്ല. അനാദികാലം മുതൽ തന്നെ സ്നേഹിക്കാൻ, തനിക്ക് സ്നേഹിക്കാൻ, ഈശോയോടൊപ്പം ജീവിക്കാൻ ഈശോ നൽകിയ ആളെന്ന അറിവിൻ്റെ ആഴം അളക്കാനാവില്ല. പരസ്പരം കണ്ടുമുട്ടുന്നതിന് മുൻപേ അവരെ ബന്ധിപ്പിക്കുന്ന സ്നേഹച്ചരടായി അവൻ മാറുന്നു. കുട്ടികളൊക്കെ അതിന് ശേഷമേ വരൂ. അവൻ കാരണം ദമ്പതികളുടെ പ്രണയം ആഴപ്പെടുന്നു. അവൻ കാരണം ദമ്പതികളുടെ വിഷമങ്ങൾ അലിഞ്ഞില്ലാതാകുന്നു. അവൻ കാരണം ദമ്പതികളുടെ സ്നേഹം വർദ്ധിക്കുന്നു. അവൻ അവർക്ക് ഉന്മേഷം പകരുന്നു. യുവാക്കന്മാർ തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീഴാം. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ അവർ ചിറകടിച്ചുയരും. നിത്യകാലം യൗവനയുക്തമായ പ്രണയം വേണ്ടവർക്ക് മധുര 17 നോക്കിയ സ്നേഹത്തോടെ 70 പരസ്പരം കണ്ണുകളിൽ നോക്കിയിരിക്കണമെന്നുണ്ടെങ്കിൽ, നിത്യതയിലേക്ക് നീളുന്ന പ്രണയം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ യേശുവിനെ സ്വന്തമാക്കണം എന്നതാണ് എൻ്റെ പ്രണയദിന സന്ദേശം. പ്രണയിച്ചു മടുത്തവളെ ദിവ്യവും അനശ്വരവുമായ പ്രണയത്തിലേക്ക് നയിച്ച ഒരു കഥയാണല്ലോ സമരിയാക്കാരിയുടെ കഥ. ഒന്നുകൂടെ അതെടുത്ത് വായിച്ചു നോക്കാം. ഇതെൻ്റെ സ്വന്തം അനുഭവക്കുറിപ്പാണ്. സ്നേഹത്തോടെ, ജോസഫ് ദാസൻ.